ഉപഭോക്താക്കൾ അറിയാതെ ലക്ഷങ്ങളുടെ ലോൺ എടുത്തതായി ആരോപിച്ച മുക്കം ശ്രീറാം ഫിനാൻസിൽ ഉപഭോക്താക്കളുടെ പ്രതിഷേധം. പലരുടെയും പേരിൽ 1 മുതൽ 6 ലക്ഷം രൂപ വരെ അധിക വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തിയിരുന്നു. അതേസമയം ഇത് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ സാങ്കേതികപരമായ പിഴവാണെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഉപഭോക്താക്കൾ അറിയാതെ പലരുടെയും പേരിൽ ലക്ഷങ്ങൾ ലോണെടുത്തതായി ആരോപിച്ചാണ് ധനകാര്യ സ്ഥാപനത്തിനു മുമ്പിൽ ഉപഭോക്താക്കൾ പ്രതിഷേധവുമായി എത്തിയത്. മുക്കം പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ശ്രീറാം ഫിനാൻസ് ശാഖയിലാണ് ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചത്. സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് കൃത്യമായി തിരിച്ചടവ് നടത്തുന്ന ഉപഭോക്താക്കളുടെ പേരിൽ അവരറിയാതെ 1 മുതൽ 6 ലക്ഷം രൂപ വരെ അധിക വായ്പകൾ അനുവദിച്ചായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം ഉയർന്നത്. ഞാൻ ശ്രീറാം ഫിനാൻസിൽ നിന്ന് 2,25,000 രൂപയുടെ വെഹിക്കിൾ ലോൺ എടുത്തിട്ടുണ്ട്. അത് നാളിതുവരെ ഒരു EMI മുടങ്ങാതെ കറക്റ്റായിട്ട് അടച്ചു പോകുന്നതാണ്. ആ വെഹിക്കിൾ ലോണ് നിലനിൽക്കെ വേറൊരു ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി സിബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ പേരിൽ ശ്രീറാം ഫിനാൻസിൽ 6,70,000 രൂപയുടെ പുതിയ ലോൺ കാണാനിടയായി. ഒരു മാസത്തിന് മുമ്പാണ് ഞാനത് കണ്ടത്. ഞാൻ അന്നേരം തന്നെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജറെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ അതിലൊരു പരിഹാരം ഉണ്ടായില്ല. ഇവരുടെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞ സമയം മുഴുവൻ അവർ പറഞ്ഞ സമയം നമ്മൾ അംഗീകരിച്ച് അത്രയും വരെ നമ്മൾ കാത്തിരുന്നു. ഇപ്പം അത് കൂടാതെ നോക്കുമ്പം ഇവിടെ ജാമ്യം ഒപ്പിട്ടതും അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും വെഹിക്കിളിന് ലോൺ എടുത്ത ആളുകളുടെ പേരിൽ മുഴുവൻ ഓരോ 1, 2, 3 ലോണ്. എൻ്റെ വൈഫിൻ്റെ പേരിൽ ഇവിടെ ഒരു ലോണുണ്ട്, അത് കറക്റ്റായിട്ട് അടച്ചു പോകുന്ന. ഇപ്പം അത് കൂടാതെ വൈഫിൻ്റെ പേരിൽ 6 ലക്ഷം രൂപയുടെ ഒരു ലോണ്, 6,25,000 രൂപയുടെ ഒരു ലോണ്, 3,70,000 രൂപയുടെ ലോണ്. ഈ ലോണൊന്നും നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ ഉള്ളതാണ്. എടുക്കാത്ത വായ്പകൾ അക്കൗണ്ടിൽ കാണിച്ചതോടെ പലരുടെയും സിബിൽ സ്കോർ വൻതോതിൽ ഇടിയുകയും മറ്റ് സാമ്പത്തിക ഇടപാടുകൾ തടസ്സപ്പെടുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഒരു പറഞ്ഞാൽ നിലവിൽ ഇത് ഒരാഴ്ച കൊണ്ട് റെഡിയാവും എന്നാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ നിലവിലൊരു കാർ ലോൺ മാത്രമേ ഉള്ളൂ. ആ കാർ ലോണിന് പുറമെ എൻ്റെ പേരിൽ അഡീഷണൽ 2 ലോൺ വേറെ എക്സ്ട്രാ കയറി കിടക്കുക. അപ്പോൾ നമ്മൾ ഇവരെ വിളിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് ക്ലിയർ, ഒരാഴ്ച കൊണ്ട് എല്ലാ EMIകളും കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ EMI പിടിക്കുന്നുണ്ട്. പക്ഷെ ആ അടവ് പെൻഡിങ് ആയിട്ടാണ് നമ്മുടെ സിവിൽ സ്കോറിൽ ഇതിലെല്ലാം കാണിക്കുന്നത്. പക്ഷെ ആ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയി അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിരവധി ആളുകളാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാ ദിവസവും വന്നു പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം റെഡിയാവും എന്നുള്ളതാണ് പറയുന്നത്. ആളുകളെല്ലാവരും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് ഓട്ടോ തൊഴിലാളികൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കണ്ടമാനം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ ആരോപിച്ചു. അതേസമയം ഇത് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ സാങ്കേതികപരമായ പിഴവാണെന്നും പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മാനേജർ ശ്യാമും അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.